ഈശോയിലേറ്റം സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛനും എല്ലാവരും എടുത്തത് നമുക്കറിയാം. ശരീരത്തിൻ്റെ മനസ്സിൻ്റെ മേഖലകളൊക്കെയാണ്. ദൈവരാജ്യം വളർത്തിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമുക്കിവിടെ സമർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമ്മളെ ആദ്യം അല്പസമയം ഞാൻ എടുത്തുവെങ്കിലും വീണ്ടും പറയുക. പ്രഭാഷകൻ 18-ാം അധ്യായം 19-ാമത്തെ തിരുവചനമാണ്. കാര്യം ഗ്രഹിച്ചതിന് ശേഷം സംസാരിക്കുക. ഒന്നാമത്തെ മേഖല അതാ. കാര്യം കേട്ടതിന് ശേഷം സംസാരിക്കുക. രണ്ടാമത് പറയാ, രോഗം പിടിക്കുന്നതിന് മുമ്പ് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ആസ്പദമാക്കി ഈ തിരുവചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗ്രഹിക്കാതാണ് ഇന്ന് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങള് വഷളായിക്കൊണ്ടിരിക്കുന്നത്. പല കുടുംബ ജീവിതത്തിലും വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പറയുന്ന കാര്യം ശ്രദ്ധിക്കത്തില്ല, അത് ഗ്രഹിക്കത്തില്ല. അപ്പം ഗ്രഹിക്കണമെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കുക തന്നെ വേണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പം വളരെ ശ്രദ്ധാപൂർവം ശ്രവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, സുവിശേഷ ദേവാലയങ്ങളൊക്കെ വായിക്കുമ്പോൾ പരിശുദ്ധ സുവിശേഷം ശ്രദ്ധാപൂർവം ശ്രവിക്കുവിൻ എന്ന് പറയും. ശ്രദ്ധാപൂർവം ശ്രവിക്കണം. ഈ ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നതിന് മാത്രമേ ആ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ആ കഴിവ് അതിലേക്ക് ആഴത്തിലേക്ക് ചിന്തിക്കാനായിട്ട് പോകും. അല്ല എങ്കിൽ രോഗം പിടിപെടാനായിട്ട് വളരെയേറെ സാധ്യതകളുള്ള ചില മേഖലകളാണ് നമ്മൾ കാര്യം ഗ്രഹിക്കാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും. പ്രശ്നങ്ങളുണ്ട്. അവിടെ ദുഃഖം വരാം, അവിടെ വേദനിക്കുന്ന അവസ്ഥ വരാം, മുൻകോപം വരാം. അപ്പം ജീവിതത്തെ തന്നെ അത് ബാധിക്കുന്ന ഒരു മേഖലയാണ്. അച്ഛനും ജീവിതത്തെ പറ്റിയാണ് പറഞ്ഞത്. എന്ത് ഭക്ഷിക്കുന്നു എന്ത് കഴിക്കുമെന്നൊന്നും അല്ല. ശരീരം ഉണ്ട്, ആത്മാവുണ്ട്, ജീവനുണ്ട്. ഇത് രണ്ടും മതി. ബാക്കി അതോടുകൂടി എല്ലാം ചേർക്കപ്പെടും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന യാക്കോബിന്റെ ലേഖനം ഇതിനോട് ചേർന്ന് പറയുക. 1-ാം അധ്യായം 19-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരരെ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധയുള്ളവരായിരിക്കണം. അപ്പൊ കേൾക്കാതെ ഒരു കാര്യം ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. പലപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ സൂം ഓൺ ആക്കിക്കൊണ്ട് നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യത്തിലായിരിക്കും ശ്രദ്ധ, അല്ല വചനത്തിന് ശ്രദ്ധയില്ല. അത് ശ്രവിക്കുന്നുണ്ടെങ്കിലും അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലെ ഇരുന്നു കൊണ്ട് മറിയം നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ ഞാനും നിങ്ങളും വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പാദപീഠത്തിലാണ് ഇരിക്കുന്നതെന്നും സ്വർഗം എൻ്റെ ഇരിപ്പിടമാണെന്നും അവിടെ ഇരുന്നുകൊണ്ട് ദൈവം മക്കളെ പഠിപ്പിക്കുകയാണെന്നുള്ള ചിന്ത ഈ വചനപ്രഘോഷണ സമയത്ത് ഇല്ലെങ്കിൽ, എവത്തിക്കോസിന് വന്ന ഒരനുഭവം ഞാൻ വിവരിക്കുകയുണ്ടായി. അവൻ 3-ാം നിലയിലായിരുന്നു. വചനം കേട്ട് അർദ്ധരാത്രിയോട് അടുത്തപ്പോൾ അവന് ഗാഠനിദ്രയിലായി. അവൻ വചനം കേട്ടോണ്ടിരുന്നവൻ ഗാഠനിദ്രയിലേക്ക് മാറി. വചനം കേൾക്കുമ്പോൾ നമുക്ക് ഉന്മേഷവും, വചനം കേൾക്കുമ്പോൾ ഒരു ജീവനും ആത്മാവും നമുക്ക് കിട്ടുന്ന ഒരു മേഖലയാണ്. അവിടെ സൗഖ്യങ്ങൾ കിട്ടും, ഉണർവ് കിട്ടും, ഉന്മേഷം കിട്ടും, കാര്യം ഗ്രഹിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അവിടെ അനാസ്ഥ മൂലം അവന് ഗാഠനിദ്രയിലായി. അവന് 3-ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീഴുകയും അവനെ ചെന്നെടുക്കുമ്പോൾ അവൻ മരണപ്പെടുകയും ചെയ്തു. ഇതുപോലെയാണ് ഇന്ന് പല കേസുകെട്ടുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും ഉറക്കം തൂങ്ങുന്നതായിട്ട് പല ധ്യാന കേന്ദ്രങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ജാഗരണ പ്രാർത്ഥനയിലും ഉറക്കം തൂങ്ങി വായിക്കോട്ടെ വിടുന്ന കാണുന്നുണ്ട്. പിന്നെ എന്തിനാ വീട്ടിൽ ഇരുന്നാൽ പോരെ? എന്തിനാ ജാഗരണ പ്രാർത്ഥന എന്നും പറഞ്ഞ് നമ്മളെ പോകുന്നത്? സ്ഥലം മെലക്കെടുത്താതോ ഉന്മേഷവനായിട്ട് ഉണർവോടുകൂടി ഇരിക്കാനായിട്ടാണ് നമ്മൾ അതിനൊക്കെ സമ്മതിക്കുന്നത്. ഇനി ജോലി ചെയ്യുമ്പോഴും ആ ജോലി ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കണം. ആ കാര്യം ഗ്രഹിച്ചുകൊണ്ടാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ വലിയ അനുഭവം ഉണ്ടാകും, 100 മേനി വിളവ് നൽകും. നമ്മൾ ഏത് കാര്യം ചെയ്താലും ആ കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആ കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കി അത് മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ട്, മനസ്സുകൊണ്ടാണല്ലോ ഗ്രഹിക്കുന്നത്, ഹൃദയം കൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് നാം ആ ജോലിയിൽ ഏർപ്പെടുമ്പോൾ അവിടെ വളരെ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നതായിട്ട് നമുക്ക് കാണും.
അതുപോലെ തന്നെയാണ് വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കണം. കാര്യം ഗ്രഹിക്കണം. ഞാൻ വാഹനമാണ് ഓടിക്കുന്നത്, അതിനെക്കുറിച്ച് മനസ്സിലാകണം. റോഡെയാണ് പോകുന്നത്, ഇടയ്ക്ക് തിരിച്ച് വാഹനങ്ങളൊക്കെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അപ്പം ഗ്രഹണശക്തി ഇല്ലെങ്കിൽ അപകടങ്ങൾ വിളിച്ചു വരുത്തി വയ്ക്കും. ഇതുപോലെ കുടുംബ ജീവിതത്തിലും രണ്ട് വ്യക്തികൾ തമ്മിലാണ്, ഞാൻ ഈ അടുത്തിടെ ഒരു വിവാഹത്തിന് പോയപ്പോൾ പറയുന്നുണ്ട്, രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളും രണ്ടും വ്യത്യസ്തമാണ്. രണ്ട് കൾച്ചറിൽ വളർന്നവരാണ്, രണ്ട് കുടുംബത്തിൽ ജീവിച്ചവരാണ്. അവിടുത്തെ അതുപോലെ തന്നെ ഇപ്പുറത്ത് വേണമെന്നോ ഇവിടുത്തെ തന്നെ അപ്പുറത്ത് വേണമെന്നോ നമ്മൾ തീരുമാനം എടുത്താൽ ഒരിക്കലും നടക്കില്ല. പക്ഷേ നമ്മൾ കാര്യം ഗ്രഹിച്ചിട്ടാണ് വിവാഹം എന്ന ഉദാശയിൽ കൂടി പ്രവേശിച്ച് നമ്മൾ ചെല്ലുന്ന ഭവനം അത് എൻ്റെ സ്വന്തം ഭവനമായി കാണുവാനും അവിടുത്തെ മാതാപിതാക്കളും സഹോദരങ്ങളും എൻ്റെ സ്വന്തമായി കാണുവാനും ഒക്കെ തീരുമാനിച്ചാൽ അവിടെ പ്രശ്നങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇവിടെ യാക്കോബിനെയും ഇതുപോലെ തന്നെ പറയുന്ന, അപ്പം കാര്യം ഗ്രഹിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാന്ന് വചനം പഠിപ്പിക്കുമ്പോഴേ തീർച്ചയായിട്ടും സംസാരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എടുക്കാം. ഒരു പ്രശ്നം കേട്ടാൽ ഉടൻ തന്നെ അതിനെപ്പറ്റി ചാടി ഇറങ്ങി പ്രശ്നം വഷളാക്കാനായിട്ടാണ് വന്നത്. ആ കാര്യം ഒന്ന് ഗ്രഹിച്ചതിന് ശേഷം വേണം ഏതിനും ഇറങ്ങി തിരിക്കാൻ. അങ്ങനെ ചെയ്യാത്തവൻ പരാജയപ്പെടും. അങ്ങനെ ചെയ്യാത്തവൻ നാശത്തിന്റെ പട്ടുകുഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. നമ്മളെ പൗലോസ് ബ്രദർ പറഞ്ഞ പോലെ ലോൺ എടുക്കാനൊക്കെ പോകുമ്പോഴേ അതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ടായിരിക്കണം, നല്ല ഗ്രഹണശക്തി ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ഞാൻ ലോൺ എടുക്കാനാണ് പോകുന്നത്, എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെക്കാനാണ് പോകുന്നത്, എനിക്കിപ്പോൾ കയ്യിലുണ്ടായിരുന്നു ഒരു ചെറിയ ഭവനം ഉണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ ഇല്ലാതാക്കിക്കൊണ്ട് പുതിയത് പണിയാൻ വേണ്ടിയിട്ട് ഞാൻ കാര്യം ഗ്രഹിക്കാതെ ഓരോന്ന് ചെയ്താൽ, ഇനി ബാങ്കുകാർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നെ ഒരാൾ വലിയൊരു സമ്പന്നൻ എന്നെ വിളിച്ച് പറയാ, ബ്രദറെ ഞാൻ താമസിക്കുന്ന വീട് പോലും ജപ്തി ഇല്ല, പുറം ലോകം അറിയാൻ മേലാതിരി, വലിയൊരു സമ്പന്നനാ, വലിയൊരു പേരും പെരുമയുള്ളവനാ. എന്നെ വിളിച്ചിട്ട് പറയാ, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. കാര്യം മദ്യത്തിലേക്ക് അങ്ങ് പോവുക, വിഷമം കൊണ്ട് കാര്യം ഗ്രഹിക്കുന്നില്ല. മദ്യപിച്ച് ലക്ക് കേട്ടാല് ഈ കടബാധ്യത മാറുവോ? ഇല്ല. അപ്പൊ ഗ്രഹണശക്തി ഇല്ല, ആ കാര്യങ്ങളെ കുറിച്ച് അറിയില്ല, മനസ്സിലാക്കാതെ ഞാൻ എൻ്റെ വഴിക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കും. ബാക്കിയുള്ളവരെന്ത് ചെയ്യും? ഭാര്യയും മക്കളുണ്ട്, അവരെന്ത് ചെയ്യും? അവരെവിടെ പോകും? നീ കുടിയിൽ ആശ്വാസം തേടി പോകുമ്പോൾ ആ നാശത്തിന്റെ പടികുഴിയിലേക്ക് പോകാൻ. അപ്പം കാര്യം ഗ്രഹിച്ചതിന് ശേഷം വേണം കാര്യങ്ങളെ ഇടപെടാനും സംസാരിക്കാനും ഒക്കെ. പിന്നെ രണ്ടാമത്തെ പ്രശ്നമാണ് രോഗം പിടിക്കുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് നോക്കണം. കാര്യം അച്ഛൻ ഇവിടെ പറഞ്ഞു, എന്ത് കഴിക്കുമെന്നോ എന്ത് ധരിക്കുമെന്നോ ഒക്കെ നമ്മൾ ആകുലരായിട്ട് നട്ടോട്ടം ഓടുകയാണ്. ഈ ശരീരത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ ജീവനെ കുറിച്ച് നമ്മൾ നോക്കാറില്ല. നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം, ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരം വേണം. ശരീരത്തിന് രോഗം പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം രോഗം പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, ഏത് രീതിയിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് രോഗങ്ങൾ കടന്നു വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ നിശ്ചയമായിട്ടും അതിനെ ഒഴിവാക്കി ചെയ്താൽ ഏകദേശമൊക്കെ ഒരു 90% രോഗം വരാതിരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്ന ബ്രദർ. നിങ്ങൾക്കറിയാം. കാര്യം നമ്മളെ അത് നിയന്ത്രിച്ചാൽ മതിയെന്ന് ബൈബിൾ പഠിപ്പിക്കുക. ആ മേഖലകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കാര്യം ഗ്രഹിക്കുന്ന കാര്യത്തെ പറ്റി പറയുക, നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് പ്രഭാഷകൻ 19:7 പറയുന്നുണ്ട്. അപ്പം കേൾക്കാതെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ആ കേൾക്കുന്ന കാര്യം അത് മനസ്സിലാക്കുന്നതാണ് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ. എന്നിട്ട് വേണം സംസാരം തുടങ്ങാൻ. ഇപ്പൊ എവിടെങ്കിലും ഒരു കാര്യം വിശേഷം പറയാൻ ചെന്ന് കഴിഞ്ഞാൽ ആ പറയുന്നവർ കുറുകുറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അതിനൊരു പ്രതിവിധി പറയുന്നത് കേൾക്കാറില്ല. ചില വ്യക്തികൾ പറയും, ബ്രദറെ കുമ്പസാരിക്കാൻ ഞാൻ പോയി, എല്ലാം കുമ്പസാരിച്ചു, പക്ഷെ അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല, എനിക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റിയില്ലെന്ന്. കാര്യം അച്ഛൻ പറയുന്നത് നീ കേട്ടില്ല. അതിനുമ്പ് നീ നിന്റെ കാര്യങ്ങൾ പറഞ്ഞു തീർത്തിട്ട് നീ അതിന്റെ പിന്നാലെ അവിടെ ഇരുന്ന് ചിന്തിച്ചോണ്ടിരുന്ന് കാണും. സംസാരം കൂടുതൽ, കേൾക്കുന്നതിൽ സന്നദ്ധരുള്ളവരായണം. പക്ഷെ കേൾക്കുന്ന കാര്യത്തിൽ നമുക്ക് പറ്റത്തില്ല. ഇന്ന് കുഞ്ഞു മക്കളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ യുവതലമുറയിലേക്ക് കേൾക്കത്തില്ല. അമ്മ പറയുന്നത് കേൾക്കത്തില്ല, അപ്പം പറയുന്നത് കേൾക്കത്തില്ല. പിന്നെ കൂട്ടുകാരുടെ ഇഷ്ടത്തിന് പോവുകയാ, തന്നെ ഇഷ്ടപ്രകാരം ജീവിക്കുക. നാശത്തിന്റെ പടുകുഴിയിലേക്കാണ് മക്കളും യുവതലമുറകളും പോയിക്കൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ആ സുഭാഷിത 29:1 പറയുന്നത്, കൂടെ കൂടെ ഗുണദോഷിച്ചിട്ടും മർക്കടമുഷ്ടി കാണിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും. അപ്പൊ ഈ ഗുണദോഷങ്ങൾ കേൾക്കണം, എന്നാലേ കേട്ടാ പോരാ, അത് ഗ്രഹിക്കണം. അതാ യാക്കോബ് പറഞ്ഞത്, കേൾക്കുന്നതിൽ സന്നദ്ധരായിരിക്കണം, സംസാരിക്കുന്ന തിടുക്കം കൂട്ടരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ നമുക്ക് പറയുന്നു 20-ാമത്തെ വചനം 22 പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 19 മുതൽ, നിങ്ങൾ കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകരുത്. കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരാകണം. അനുവർത്തിക്കണമെങ്കിൽ ഗ്രഹണശക്തി വേണം, ഗ്രഹിക്കണം. പറഞ്ഞ കാര്യം ഗ്രഹിക്കാത്തവൻ ചെയ്യത്തില്ല. ഞാൻ ഓർക്കാറ്, ഞങ്ങളൊക്കെ ധ്യാനിപ്പിക്കുമ്പോഴേ പല കാര്യങ്ങളും നിങ്ങൾ വീട്ടിൽ പോയി ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ ചില നിർദ്ദേശങ്ങളൊക്കെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും ഞങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട്, കൗൺസിലിംഗിൽ കൊടുക്കാറുണ്ട്. പക്ഷേ ഒറ്റയാറിനും അത് ഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നത്, ഈ ഫോളോ അപ്പ് ചെയ്യാൻ ഈ സൂമിൽ തന്നെ കയറണം എന്ന് പറഞ്ഞിട്ട് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ ധ്യാനം കൂടിയ, എന്നിട്ട് എവിടെ പോയി? കാര്യം ഗ്രഹിക്കുന്നില്ല. കയറാൻ പറഞ്ഞ കയറത്തില്ല. ഇപ്പം തകർച്ചകളും രോഗങ്ങളും പ്രശ്നങ്ങളും ആകുമ്പം വിളിയോട് വിളിയാ. അത് കണ്ടിന്യൂ ചെയ്തായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വചനം സൗഖ്യം നൽകുന്നതാണെന്നുള്ള മനസ്സിലായി. ലേപനമോ ഔഷധമോ അല്ല നിന്നെ സുഖപ്പെടുത്തുന്നത്, എല്ലാവരും സുഖപ്പെടുത്തുന്നത് എന്റെ വചനമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 16:12 പറയുന്നുണ്ട്. പക്ഷെ വചനം കേൾക്കാൻ തയ്യാറല്ല. വചനം കേൾക്കാൻ തീവ്ര അഭിലാഷം വേണമെന്നാ ജ്ഞാനത്തിന്റെ പുസ്തകം പറഞ്ഞത്. വചനത്തോട് തീവ്രമായിട്ട് അഭിലാഷം ഉണ്ടായിരിക്കട്ടെ എന്നാ. തീവ്ര അഭിലാഷം ഉണ്ടായിരിക്കണം. പക്ഷെ ഇന്ന് വചനം കേൾക്കുന്നതിൽ തീവ്രതയില്ല, ഒന്നുമില്ല, ഒരു തണുപ്പ മട്ട. പിന്നെ ആരാ രക്ഷിക്കാനിരിക്കുന്നത്? രക്ഷിക്കുന്ന വചനമാണ്. വചനം മാംസം ധരിച്ച യേശുവാണ് രക്ഷകൻ. യേശു പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ പിന്നെ രക്ഷ നമുക്ക് എവിടുന്ന് കിട്ടാനാ? വളരെ സമ്പന്നന്മാർ പോലും തകർന്നു പോവുക. ഞാനിനി വചനം എടുക്കുമ്പോൾ അത് മനസ്സിലാകും. ഒത്തിരി സമ്പത്തുണ്ടായിട്ട് എന്നാ പറയാനും? മാരക രോഗത്താല് പീഡനങ്ങൾ സഹിക്കുന്നവന്റെ സമ്പത്തുണ്ടായിട്ട് അധികാരം ഉണ്ടായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പം ആരോഗ്യത്തെ പറ്റി ചിന്തിക്കാതെ ആവുന്ന കാലത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് അടിമപ്പെടുന്നത് കൊണ്ട് രോഗം വന്ന് പിടികൂടുന്നു. അതുകൊണ്ട് നമ്മളെ അറിയാം, ചില രോഗങ്ങളൊക്കെ നമുക്കറിയാം 4 രീതിയിലാണ്. രോഗത്തെ പറ്റി തന്നെ എടുക്കുമ്പോൾ ദൈവനാമ മഹത്വത്തിനായിട്ടുള്ള രോഗമുണ്ട്, പാപം ചെയ്തു കൂട്ടിയതിൻ്റെ രോഗമുണ്ട്, ഭക്ഷണത്തിൽ കൂടിയുള്ള രോഗമുണ്ട്, മനസ്സിന്റെ മേഖലകളില് നിയന്ത്രണമില്ലാതെ വരുമ്പോൾ അതും രോഗബാധിത വരും. 4 രീതിയിലാണ് ഞാൻ എടുക്കാൻ പോകുന്ന ബൈബിളിൽ കൂടെ. അപ്പൊ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ മതി. ദൈവഹിതപ്രകാരമുള്ളതാണെങ്കിലൊക്കെ ആ മുള്ള അവിടെ ഇരുന്നോട്ടെ. ദൈവനാമ മഹത്വത്തിനുള്ളതാ. പിന്നെ എല്ലാ രോഗവും എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിൽ നിന്നുള്ളതല്ല. ബൈബിൾ ഉടനീളം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളെ കാര്യം ഗ്രഹിക്കുക. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തില് 30-31 വചനത്തില് നമുക്കറിയാം, അവിടെ പീലിപ്പോസിനോട് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി. നീ അങ്ങ് അകലെ കണ്ടില്ലേ, ഒരു രഥം പോന്നു, അവിടേക്ക് ഓടിച്ചെല്ലാനായിട്ട് പറഞ്ഞു. ആ രഥത്തിന്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. പീലിപ്പോസ് രഥത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാനേ പറഞ്ഞു. പീലിപ്പോസ് അവിടെ നിന്ന് ഓടി രഥത്തിന്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഒരു ഷണ്ണൻ രഥത്തിലിരുന്നു കൊണ്ട്, ഒരു ഭണ്ഡാര വിചാരിപ്പുകാരനാ, വലിയ ഉദ്യോഗസ്ഥനാ, അവനെ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് വരുന്ന സമയം അവനെ ഏശയ്യായുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ടിട്ട് അവൻ വായിക്കുന്ന എന്താണെന്ന് പീലിപ്പോസ് കേട്ടിട്ട് അവനോട് ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? അവനുടൻ പറയുകയാണ്, ആരെങ്കിലും വ്യാഖ്യാനിക്കാനില്ലെങ്കിൽ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പ്രിയമുള്ളവരെ, വചനപ്രഘോഷണം വ്യാഖ്യാനമാണ്. വചനപ്രഘോഷണം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കി തരുമ്പോൾ അത് കേട്ട് ഗ്രഹിക്കാത്തവനൊക്കെ വീണ്ടും അതിന് അടിമപ്പെട്ട് നാശത്തിന്റെ പടുകുഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ കേരളത്തിലെ ധ്യാന കേന്ദ്രങ്ങൾ ഇഷ്ടം പോലുണ്ട്, ധ്യാന ഗുരുക്കന്മാർ ഇഷ്ടം പോലുണ്ട്. വചനങ്ങൾ കേട്ട് 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 മന്ദീഭവിച്ചു കൊണ്ടിരിക്കുക. കാരണം ഗ്രഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മാനസാന്തരം അനുഭവമില്ല.
മനസ്സിലാക്കിയാല് മനസ്സിന്റെ ആന്തരിക മേഖലകളിലെ മനസ്സിന്റെ അന്തരംഗത്തിലെ ഒരു പ്രവർത്തനം ദൈവത്തിന്റെ ആത്മാവ് നടത്തുമ്പോഴാണ് മാനസാന്തരം, ഇന്നർ ഹീലിംഗ് ഉണ്ടാകുന്നത്. വചനം കേട്ട് അവന് മാനസാന്തരം ഉണ്ടായി. അവൻ പഴയ ജീവിത രീതിയിൽ നിന്ന് അവൻ രൂപം കൊണ്ട് പുതിയൊരു വ്യക്തിയായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നത് മനസ്സിലാക്കുന്നവരാണ്. ആ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് വചനപ്രഘോഷകർ കൂടുന്നുണ്ട്, ധ്യാന കേന്ദ്രങ്ങളിൽ കൂടി? എന്തുകൊണ്ടാണ് ഒരു വ്യക്തി പോലും മാനസാന്തര അനുഭവത്തിന് യോജിച്ച വിധം ഫലം പുറപ്പെടുവിക്കാത്തത്? മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. വരാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഗ്രഹിക്കത്തില്ല. കാരണം അവര് ഈ ലോകത്തിന്റെ മുഖങ്ങളില അച്ഛനെ കൂടി കേട്ട പോലെ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എവിടെ താമസിക്കും, എന്ത് ഉടുക്കും, ഇതിന്റെ പിന്നാലെയാ. ആത്മീയത വിട്ടിട്ട് ഭൗതിക ചിന്തകളിലേക്ക് മനുഷ്യൻ പോന്നുകൊണ്ട് പല വ്യക്തികളും രോഗത്തിന് അടിമയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നാശത്തിന്റെ പടുകുഴിയിലും മരണത്തിലേക്കും ചെന്ന് ഭവിച്ചുകൊണ്ടിരിക്കുക. കൂടെ ഗുണദോഷിട്ടും മർക്കടമുഷി കാണിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കുമെന്ന് പ്രോവർബ് ചാപ്റ്റർ 29 വേഴ്സ് 1 പറയുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ ഇതൊന്നും വാദമല്ല. പിന്നെയോ വന്ന് സംഭവിച്ചു കഴിയുമ്പോൾ കൈയും കാലും ഇട്ട് അടിക്കുകയും, ധ്യാന കേന്ദ്രങ്ങളല്ല, നിത്യാരാധനയല്ല, രാത്രിയൊന്നുമില്ല, നട്ടോട്ട ഓട്ടമായി. എവിടെ പോകാനാ? എവിടെ തീരും? നീ വരുത്തി വെച്ചതാ. യെശയ്യാ 66:4 പറഞ്ഞല്ലോ, ഞാൻ അവർക്കായിട്ട് പീഡനങ്ങൾ തിരഞ്ഞെടുക്കും, അവർ ഭയപ്പെടുന്നത് ഞാൻ അവരുടെ മേൽ വരുത്തും. കാരണം ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചാലല്ലേ ഗ്രഹിക്കത്തുള്ളൂ. അപ്പം വചനപ്രഘോഷണം വളരെ ശ്രദ്ധിക്കേണ്ടതാ. ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല, ഞാൻ വിളിച്ചപ്പോൾ അവർ വിളി കേട്ടില്ല, എന്റെ ദൃഷ്ടിയിൽ അവർ അനിഷ്ടമായത് ചെയ്തു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലായിരുന്നു. നമുക്കറിയാം, ഈശോ ലാസറിന്റെ വീട്ടിൽ ചെന്ന് മാർത്തയും മറിയയെ പറ്റി പറയുന്ന കാര്യങ്ങൾ, മാർത്ത പല കാര്യങ്ങളിലായിരുന്നു, എന്നാൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ഏത് പ്രതികൂലങ്ങളെയും ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ ഇന്നത്തെ ജനങ്ങൾക്ക് പറ്റാത്തതിന്റെ കാരണം ഗ്രഹണമില്ല, മനസ്സിലാക്കുന്നില്ല. അതിന്റെ ഭവിഷ്യത്തുകളെ പറ്റിയും അതിന്റെ വരുംവരായികളെ പറ്റിയും അതിന്റെ മുന്നോട്ടുള്ള അതിന്റെ പോക്ക് കാര്യങ്ങളെ പറ്റിയും വളരെയധികം മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും ഓരോ പ്രവൃത്തികളും ചെയ്യാൻ. നല്ല ഉപദേശങ്ങൾ കിട്ടും, നല്ല അഡ്വൈസിങ് കിട്ടും. ഏറ്റവും വലിയ അഡ്വൈസിങ് ദൈവത്തിന്റെ വചനം കേൾക്കുക. വചനം കേൾക്കുമ്പോഴാണ് നമുക്കൊരു നല്ല ഒരു ഉന്മേഷം കിട്ടും, ഒരു ആത്മധൈര്യം കിട്ടും, എന്തിനും ഒരു ചങ്കൂറ്റം കിട്ടും. പക്ഷെ നമ്മൾ ചെയ്യാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഈ ഫിലിപ്പോസ് അവനോട് ചോദിച്ചു, നീ വായിക്കുന്ന ഗ്രഹിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞ, ആരെങ്കിലും വ്യാഖ്യാനിക്കില്ല, ഞാൻ എങ്ങനെ ഗ്രഹിക്കും? ഗ്രഹിച്ചില്ലെങ്കിൽ, ഞാൻ പറഞ്ഞു തീർത്ത പോലെ ആഹാരം കഴിച്ച് ദഹിക്കുന്നില്ലെങ്കിൽ അത് ശരീരത്തിൽ പിടിക്കത്തില്ല. അത് മലവിസർജനത്തിലും ഛർദിലും രോഗങ്ങൾക്കും കാരണമാകുന്നു. നാം ഭക്ഷിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിൽ ലയിച്ചു ചേരാതെ വരുമ്പോൾ അത് പലവിധ രോഗങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട്. അതും ബൈബിളിൽ പറയുന്നുണ്ട്, ആഹാരം പല രോഗങ്ങൾ ഉണ്ടാകുന്നെന്ന്. ഇന്ന് അത് തന്നെയാണല്ലോ ഇന്നത്തെ ആഹാരം കഴിച്ചുകൊണ്ട് പല രോഗങ്ങളും പലരുടെ മരണത്തിനും കാരണമായത്. ഇതും ബൈബിൾ അതുപോലെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബൈബിള് വചനം കേൾക്കുമ്പോൾ അതിന്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കി, തമ്പുരാന്റെ ഇഷ്ടം മനസ്സിലാക്കി, ദൈവ ഇഷ്ടത്തിന് യോജിച്ച വിധം ജീവിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. നിന്റെ രോഗങ്ങൾ ഞാൻ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. നീ രോഗിയാണോ? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. നീ പാപിയാണോ? നിന്റെ പാപത്തിന് തക്ക ശിക്ഷ തരാതെ പാപങ്ങൾ തുടച്ചു മാറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി, ആ ദൈവത്തിന്റെ രക്ഷ അനുഭവിക്കാൻ വേണ്ടി ദൈവത്തിന്റെ വചനം ശ്രദ്ധാപൂർവം ശ്രവിച്ചുകൊണ്ട് അതിന് അനുസരിച്ച്, ഇനി എന്തെങ്കിലും മനസ്സിലാക്കാത്തതുണ്ടെങ്കിൽ യാക്കോബ് പറയുന്നുണ്ട്, 1-ാം അധ്യായത്തിലെ 3 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ 5-ാമത്തെ വചനത്തിലേക്ക് പറയുന്നുണ്ട്, ആർക്ക് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ള ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം അവർക്ക് ഉദാരമായിട്ട് തരും, ദാനമായിട്ട് നൽകും. അപ്പം ദൈവത്തോട് ചോദിച്ചാൽ ദൈവം അത് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുക. മത്തായിയുടെ യെശയ്യാ 6-ാം അധ്യായത്തിലെ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു ഭാഗം ഞാൻ ഓർത്തു പോവുകയാണ്. യെശയ്യാ 6-ാം അധ്യായത്തിലെ 9-ഉം 10-ഉം വചനത്തിൽ പറയുന്നുണ്ട്, അവിടുന്ന് അരുളി ചെയ്തു, പോവുക, ഈ ജനത്തിനോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കത്തില്ല. ഇതാണ് ഇന്നത്തെ ജനറേഷൻ.
നാം ഓരോരുത്തരും, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു ജനറേഷനെ പറ്റി യേശയ്യാ പ്രവാചകൻ പ്രവചിച്ച, അന്ന് പ്രവചിച്ച വചനം ഇന്നും അത് സത്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, പക്ഷെ മനസ്സിലാക്കുന്നില്ല. എത്ര പറഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, പക്ഷെ ഗ്രഹിക്കുന്നില്ല. പിന്നെയും നമ്മളെ അബദ്ധത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുക. അതിനൊരു അറുതി വരുത്തണമെങ്കിൽ കർത്താവിന്റെ വചനം വീണ്ടും പറയാം, അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകൾ അന്ധമാക്കുകയും ചെയ്യുന്നു. കണ്ണുകൾ അടച്ചുകളെ, ഓ എന്നാ ഇതാ കേട്ട് കേട്ട് ഞങ്ങൾ ഇതെല്ലാം കേട്ട് കേട്ട് മന്ദീഭവിച്ചിരിക്കുക. കണ്ണടച്ചു കളയുന്നു, ഹൃദയം കഠിനമായി. അതുകൊണ്ടാണ് ഇന്നത്തെ ജനറേഷന് എത്ര വചനം പറഞ്ഞാലും പ്രാർത്ഥനയിൽ ഒരു അനുഭവമൊന്നുമില്ല. ചുമ്മാ ചങ്കരൻ തെങ്ങലെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ കയറി പോകും, ധ്യാനത്തിനും പോകും, പള്ളിയിലും പോകും, എല്ലായിടത്തും പോകും. പക്ഷെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടാണ് പോകുന്നത്. ആ വിശുദ്ധ കുർബാനയിലൊക്കെ നിൽക്കുന്ന കണ്ട കൊഴിവട്ടി എറിയാൻ തോന്നും. ഒരു ഭക്തിയുമില്ല, കാര്യം ഗ്രഹിക്കുന്നില്ല. ആ കുദാശ, ദിവ്യ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന കുദാശയിലാണ് ഞാനും നിങ്ങളും പങ്കുചേരുന്നുള്ള ആ കാര്യം ഗ്രഹിച്ചാലുണ്ടല്ലോ, ഭക്തിപൂർവം അവിടെ നിൽക്കും, ഭക്തിപൂർവം അതിൽ പങ്കുചേരും. പക്ഷെ ഇതിനൊന്നും നമ്മളെ യോഗ്യത ഇല്ലാതെ അയോഗ്യതയോടു കൂടി പോയി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. നിങ്ങൾ പലരും രോഗികളായതിനും കാരണം അതുകൊണ്ടാ. അപ്പൊ ഈ വിശുദ്ധ കുർബാനയിൽ കൂടി ഒരുപാട് വ്യക്തികൾ സൗഖ്യപ്പെടേണ്ടടുത്ത് രോഗമായിട്ട് മാറുക. പലരുടെ മരണത്തിനും കാരണം ഇതാണ്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്നവരെ, കാര്യം ഗ്രഹിച്ചിട്ട് വേണം ഏത് കാര്യത്തിലും ഇടപെടാൻ. മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നും വിശുദ്ധ കുർബാനയ്ക്ക് ചാടി ഓടിപ്പോകും. പക്ഷെ ആ വിശുദ്ധ കുർബാന എന്താണെന്ന് നല്ല ബോധ്യം ഗ്രാഹ്യമുള്ളവനുണ്ടല്ലോ, നല്ല ഭക്തിപൂർവ്വം ആദ്യം മുതൽ അവസാനം വരെ ആ വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടുകൂടി, ദൈവഭക്തിയോടുകൂടി അവൻ വ്യാപരിക്കുകയും ആ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യുകയാണ്. അവൻ ഈ ലോകത്തിലും പരലോകത്തിലും ജീവിക്കാനുള്ള വലിയ ആത്മീയ സാന്നിധ്യം, ആത്മീയ ശക്തി അവനിലേക്ക് ആ കുദാശ വഴി ലഭിക്കുകയാണ്. കൃപാവരങ്ങൾ ലഭിക്കുക, വരപ്രസാദം കിട്ടുക എന്ന് ഞാൻ പറയും. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്നവരെ, ദൈവസന്നിധിയിൽ വീണ്ടും മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട് യെശയ്യായുടെ പ്രവചനം അവര് പൂർത്തിയായിരിക്കുക. അതുകൊണ്ട് ഇവിടെ പറയാം, അവർ കണ്ണുകൊണ്ട് കണ്ടു, കാതുകൊണ്ട് കേട്ടു. ഇതും ആ വചനത്തിനെ ആസ്പദമാക്കി ഇവിടെ സുവിശേഷകനും പറയുകയാണ്, യെശയ്യാ പ്രവചനം പ്രവചിച്ചതാ, ഞാൻ അവരെ സുഖപ്പെടുത്തുക അസാധ്യമാണ്. ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു, ചെവിയുടെ കേൾവി മന്ദീഭവിച്ചു, കണ്ണവരെ അടച്ചു കളയുക, നിസ്സാരമായിട്ട് കാണുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയില് നാം ഗ്രഹിക്കണം. ജോബ് 13:1 നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ജോബ് എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ജോബിന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഞാനിതെല്ലാം കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ജോബ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തു. ഇന്ന് ഞാൻ ഇതുപോലെ വചനപ്രഘോഷണത്തില് ഇന്ന് നിലനിൽക്കുന്നതിന്റെ കാരണം, ഞാനിതെല്ലാം കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തത് കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ വചനം കുടികൊള്ളുന്നു, എൻ്റെ ആദരത്തിൽ കൂടി വചനത്തിന്റെ സന്ദേശങ്ങൾ ഒഴുകുന്നു. കാര്യം അത് കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തത് കൊണ്ട് ഇന്ന് ബൈബിൾ ഇല്ലാതെ പോലും വചനപ്രഘോഷണം നടത്താനായിട്ട് ദൈവം തമ്പുരാന്റെ കൃപാവരത്താൽ നിറഞ്ഞതും ഈ ഒരൊറ്റ കാരണമാണ്. കാര്യം ഗ്രഹിക്കണം. സംസാരിക്കുന്നത് എന്താണെന്ന്, ഞാൻ സംസാരിക്കുമ്പോൾ ഞാനല്ല, എന്നെക്കൂടി ദൈവമാണ് സംസാരിക്കുന്നതെന്നും ആ സംസാരിക്കുന്നത് ഞാനും എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങൾക്കും എനിക്കും വേണ്ടിയിട്ടുള്ളതാണ്, ഞാൻ ഗ്രഹിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ഇടപെടില്ല. അത് എനിക്കും ബാധകമാണ്. അതുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ നമ്മളെല്ലാം സമർപ്പിക്കുക. ഇനി രോഗങ്ങൾ 4 രീതിയിൽ, ഇപ്പൊ ഞാൻ ഏത് കാര്യങ്ങളും ഗ്രഹിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ദുരിതങ്ങളെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ജനറേഷൻ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഭൂരിപക്ഷം ആൾക്കാരും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് ഞാൻ അടിവരയിട്ട് ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പ്രഘോഷിക്കുക. നമ്മുടെയൊക്കെ തകർച്ചയ്ക്ക് കാരണം വചനം കേട്ടിട്ട് അത് ഗ്രഹിക്കാത്തത് കൊണ്ടാ. അത് ഗ്രഹിക്കാൻ, അത് അനുസരിക്കുന്നുമില്ല, പ്രവൃത്തി കാണിക്കുന്നുമില്ല.
അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളോട്, ഇത്രയും 2020 മുതൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഇന്ന് അഭ്യർത്ഥിക്കുകയാണ്, വചനം കേട്ട് അത് ഗ്രഹിച്ച് സംസാരത്തില് വീഴ്ചകൾ വരെ സംസാരത്തെ ഒന്ന് കൺട്രോൾ ചെയ്ത് കേൾക്കുന്ന വചനം അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ ഞാൻ കേൾവിക്ക് സന്നദ്ധനായിരിക്കണം. എല്ലാം കേൾക്കാനായിട്ടും അത് ഗ്രഹിക്കാനായിട്ടും ഗ്രഹിച്ചുകൊണ്ട് ഞാൻ അത് പ്രവൃത്തിയിൽ അത് കാണിക്കാനായിട്ടും തയ്യാറാകുമ്പോൾ അവിടെ അവിടെ 100% വിജയം 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 തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുക. ആ വിജയത്തിന്റെ മുന്നോടിയായിട്ട് നമ്മളെ ദൈവം തമ്പുരാൻ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ യാചിക്കുകയാണ്. ഇനി രോഗം വരുന്നത് 4 രീതിയിലാണ്. അതുകൊണ്ട് ഒന്ന്, നമുക്കറിയാം രോഗം വരുന്നത് പാപത്തിന്റെ പല മേഖലകളിൽ കൂടി രോഗം വരുന്നുണ്ട്. നമുക്കറിയാം പ്രഭാഷകൻ 38:15 പറയുന്നു, പ്രഭാഷകൻ 38:15 പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. എല്ലാ രോഗങ്ങളുമല്ല, എല്ലാ രോഗികളുമല്ല. ഞാൻ എടുത്തെടുത്ത് വീണ്ടും പറയുക, ചിലർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകും. അയ്യോ, ഞാനും പാപം ചെയ്തിട്ടാണോ? നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കറിയാം. അത് നീ മനസ്സിലാക്കി ഗ്രഹിച്ചുകൊണ്ട് പാപത്തിൽ നിന്നും വിട്ടുമാറണം, പാപത്തോട് വിട പറയണം. ഇനി ആ പാപം ചെയ്തിട്ടാണ് നിനക്ക് രോഗം വന്നെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തണമെങ്കിൽ ആ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ മതി. ദൈവം തമ്പുരാൻ സുഖപ്പെടും. നമുക്കറിയാം, തളർവാദ രോഗിയോട് പറഞ്ഞു നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പാപം ചെയ്തപ്പം രോഗമുണ്ട് എന്നുള്ളത് വ്യക്തമാ. തളർവാദ രോഗിയോട് പറഞ്ഞു നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അവന്റെ തളർവാദ രോഗം വിട്ടുമാറി, പാപം ക്ഷമിച്ചു കിട്ടിയപ്പോൾ. അപ്പം പാപം പുതിയ നിയമത്തിലും ഉണ്ട്. എന്നാ വലിയ വലിയ വചനപ്രവചനം പാപത്തിന്റെ ഒന്നും അല്ല എല്ലാ രോഗവും. ഇതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വട്ടത്തില പറയുന്നത്. ബൈബിളിലെ ഈ ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ കീറി ദൂരെ കളയണം. പാപം ചെയ്ത് തോന്നിവാസം ജീവിച്ചിട്ട് ഓരോന്ന് സംഭവിച്ചിട്ട് ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇതെല്ലാം ദൈവത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഞാൻ സമ്മതിക്കത്തില്ല. എന്നെ ഇവിടെ പ്രസംഗിപ്പിച്ചില്ലേലും സാരമില്ല. ഞാൻ സത്യമായിട്ടും പറയുകയാണ്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായിട്ട് മാറി. സങ്കീർത്തനം 107 സങ്കീർത്തനത്തിലെ 17-18 വചനം പറയുന്നു, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചില രോഗികളായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ ആ രോഗങ്ങളൊക്കെ പാപത്തിന്റെ അല്ല, അല്ലേ? ദൈവനാമവാദത്തിനാ. സത്യമായിട്ടും പാപം ചെയ്ത് രോഗം വന്നെങ്കിലും നിന്നിൽ ദൈവത്തിന്റെ ശക്തി പ്രകടമാകാൻ വേണ്ടിയിട്ടാണ് ദൈവം അനുവദിച്ചത്. കാര്യം നീ പാപത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും വെറുക്കണം. അപ്പൊ നീ രോഗിയായല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ നീ പാപത്തെ വെറുത്ത് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നീ പാപിയായിരുന്നാലും നീ രോഗിയായിരുന്നാലും എനിക്ക് വേണം നിന്നെ, എനിക്ക് വേണം നിന്നെ. അപ്പൊ ദൈവം പറഞ്ഞു, നീ പാപിയാണ്, ഞാൻ രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. അതിന്റെ അടിയിൽ പറയുന്നുണ്ട്, 19-20 വചനം പറയുന്നുണ്ട്, അവന്റെ കഷ്ടതയിൽ അവൻ എന്നോട് നിലവിളിച്ചു. അപ്പൊ രോഗങ്ങളും ദുഷ്ടങ്ങളും ദുരിതങ്ങളും പാപകരമായ മാർഗങ്ങളിൽ കൂടിയാണെങ്കിൽ നീ ആ കഷ്ടതയിൽ നിന്ന് നീ നിലവിളിക്കുമ്പോൾ കർത്താവ് നിന്റെ സകല ഞെരുക്കങ്ങളിൽ നിന്ന് അവിടുന്ന് വിടുതൽ നൽകും. വചനമയച്ച് സൗഖ്യപ്പെടുത്തും, വചനമയച്ച് സൗഖ്യപ്പെടുത്തും എന്ന് അവിടെ വചനം പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലെ ദൈവത്തെ ഭക്തിപൂർവം, ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയാൻ ഭയഭക്തി. കാര്യം ദൈവം എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഭയം. അല്ല, ദൈവം ശിക്ഷിക്കുമെന്നുള്ള ഭയമല്ല നമുക്ക് വേണ്ടിയത്. ദൈവം നമ്മളെ ശിക്ഷിക്കുന്നില്ല. ശിക്ഷ മുഴുവനും ഞാൻ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ ഫലമാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3:19-20 വചനം, ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായിട്ട് ലോകത്തെ സ്നേഹിച്ചു. ശിക്ഷ, പിന്നെ അത് ശിക്ഷാവിധിയാണ്. ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് കഥയുണ്ടോ? ഇതെല്ലാം ദൈവം അറിഞ്ഞോണ്ടാ ചെയ്തത്. ദൈവമാണ് ചെയ്തത്. ദൈവം ആരെയും ഇങ്ങനെ പീഡിപ്പിക്കുന്നില്ല. ദൈവം ആരെയും ഈ രോഗത്താല കഷ്ടപ്പാടില്ല ശിക്ഷിക്കുന്നില്ല. ബൈബിൾ ഉടനീളം പറയുന്നുണ്ട്. മനുഷ്യമക്കളെ ഒരിക്കലും ദൈവം പീഡിപ്പിക്കുന്നില്ല എന്ന വിലാപത്തിന്റെ പുസ്തകം 3-33 വചനം പറയുന്നുണ്ട്. ദൈവം മനുഷ്യമക്കളെ ഒരിക്കലും പീഡിപ്പിക്കത്തില്ല. പിന്നെ പീഡനമോ നിന്റെ പ്രവൃത്തിയുടെ ഫലമാണ്. ജെറമ്യ 4-18 വചനത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. വ്യക്തമായിട്ട് വിളിച്ചു പറയാ, ഇതെല്ലാം നിന്റെ മേൽ വരുത്തി വെച്ചത് നിന്റെ പ്രവൃത്തിയുടെ ഫലമാണ്.
അപ്പം പ്രവൃത്തിയുടെ ഫലം അത് ദൈവത്തിന്റെ തലയിൽ കൊണ്ട് പഴിയാറിയ കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനം പറയുമ്പോൾ ഗ്രഹിക്കുക. എന്നിട്ട് ഏത് കാര്യത്തിനും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം ഇറങ്ങിത്തിരിക്കാൻ. ദൈവത്തോട് ആലോചന ചോദിച്ചു നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാകുന്ന തന്റെ പ്രവാചകന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അഭിഷിക്തരോട് ചോദിച്ച് അവര് പ്രാർത്ഥിച്ച് ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് എന്നിട്ടേ തിരിക്കാവൂ, എന്നിട്ടേ ചെയ്യാവൂ, എന്നിട്ടേ ആരംഭിക്കാവൂ. അപ്പോൾ അവിടെ വിജയം. അപ്പം കർത്താവ് മോശയോട് പറഞ്ഞ പോലെ യോശുവ 1:5, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല. മോശയുടെ കൂടെ എന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. എപ്പോൾ? ദൈവത്തിന് ആലോചന ചോദിച്ച് ചെയ്യുമ്പോൾ, ദൈവ ഇഷ്ടം പ്രവർത്തിക്കുമ്പോൾ ദൈവം ആ വ്യക്തിയുടെ കൂടെ ഉണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ രക്ഷിക്കും. ശക്തനും ധീരനുമായിരുന്നു, ഭയപ്പെടുക പരിഭ്രമിക്കുക ചെയ്യരുതെന്ന് എന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ? യോശുവ 1:9 പറയുന്നു. അപ്പം പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലെ രോഗമൊക്കെ ഞാനും നിങ്ങളും പാപത്തിന്റെ വഴികളിൽ കൂടി. ഇനി അടുത്ത നമുക്കറിയാം, രോഗം ദൈവനാമ മഹത്വത്തിനായിട്ടുള്ളതാ. അത് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലുണ്ട്. എന്നാൽ ചില രോഗങ്ങളെല്ലാം ജന്മനാൽ ചിലപ്പം കാണും. ചിലപ്പം ചില രോഗങ്ങളെ നല്ല വ്യക്തികൾക്ക് ചിലപ്പം നല്ല രോഗങ്ങൾ കൊടുക്കുന്നത് ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കാം. അപ്പൊ അവൻ രോഗിയായിട്ട് കിടന്നാൽ ഇവർക്ക് തോന്നിയ മാസം ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അവനിൽ നിന്ന് എന്തെങ്കിലും, ഞാനിങ്ങനെ പറയാറുണ്ട്, അവനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നവരെ തീർച്ചയായിട്ടും താന്തോന്നികളായിരിക്കാം, വഴിതെറ്റിയ ജീവിതം നയിക്കുന്നവരായിരിക്കാം. ഇവനെ കൊണ്ട് പ്രയോജനമുള്ളതാ, അവൻ സഹായിക്കുന്നതാ, സഹോദരന്മാരിൽ അവനാണ് സഹായിക്കുന്നത്. പക്ഷേ അവനൊരു പാവം ചെയ്യുന്നില്ല, അവൻ ദൈവപ്രകാരം ജീവിക്കുകയാണ്. പെട്ടെന്നാണ് അവനൊരു ക്യാൻസർ അല്ലെങ്കിൽ അവനൊരു കിഡ്നി അടിച്ചു പോന്നു. അപ്പൊ നമ്മളൊക്കെ പറയും, അയ്യോ അവൻ പാപം ചെയ്ത. അല്ല, അവൻ പാപം ചെയ്യാതെ അവന്റെ കിഡ്നി അടിച്ചു പോയെങ്കിൽ ഓർത്തുകൊള്ളുക, അവനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി, അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അവനെ എടുത്തു ഉപയോഗിച്ചു. അതാണ് ദൈവനാമ മഹത്വം. അവന് വേണ്ടി ഇവരെല്ലാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അവരെല്ലാം ദൈവത്തിലേക്ക് വരും. അവരെല്ലാം ഇവന്റെ കിഡ്നി രോഗം മാറാൻ അല്ലെങ്കിൽ അവന്റെ ആ മഹാമാരി മാറാൻ അവർ ദൈവസന്നിധി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നട്ടോട്ടം ഓടി നടന്ന് പ്രാർത്ഥിക്കും അവൻ സുഖപ്പെടാൻ. അത് ദൈവത്തിന്റെ പദ്ധതിയിൽ, അത് ദൈവനാമ മഹത്വത്തിന്, ദൈവത്തിന്റെ മഹത്വം പ്രകടമാക്കാൻ വേണ്ടിയാ. അല്ല ആ വ്യക്തി പാപം ചെയ്തിട്ടല്ല അവന്റെ കിഡ്നി അടിച്ചു പോയത് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. അവനെ പ്രതി അവനും അവന്റെ കുടുംബം രക്ഷപ്പെടണം. അപ്പൊ അതിന്റെ കണ്ണായ സ്ഥലത്ത് കണ്ണായ വ്യക്തി ഇവനാ. അപ്പൊ ഇവന് സഹിക്കാനുള്ള കഴിവ് ദൈവം കൊടുക്കും. അത് പറഞ്ഞില്ലേ, മനുഷ്യന് അസാധ്യമായതിനേക്കാൾ സഹിക്കാനുള്ള വലിയ കൃപ ദൈവം അവന് കൊടുക്കും. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ദൈവം വിശ്വസ്തനാ. സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം തമ്പുരാൻ അതിന് വേണ്ടുന്ന ശക്തിയും അവന് പകർന്നു കൊടുക്കുന്ന 1 കൊരിന്ത്യർ 10:13 പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ എല്ലാ രോഗവും ദൈവത്തിന്റെ തലയിൽ വെക്കരുത്. ചിലതൊക്കെ ദൈവം തമ്പുരാൻ അറിഞ്ഞുകൊണ്ട് ജയിപ്പിക്കുന്നത് അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാ ദൈവത്തിന്റെ പദ്ധതി. അവനിൽ കൂടി അവന്റെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി അവനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും വരുമ്പോൾ ഇവര് നാടുനീളെ ഉപവാസവും നേർച്ചയും എല്ലാം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ അവനും അവന്റെ കുടുംബം രക്ഷപ്രാപിക്കും ദൈവനാമത്തിന്. അതുകൊണ്ടാണ് ഇവന്റെ മാതാപിതാക്കളോ ഇവരുടെ പൂർവികരുടെ പാപമാണോ ഇവനിങ്ങനെ ആയിപ്പോയത് എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്. ഇവന്റെ മാതാപിതാക്കളുടെ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി, ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ്. അത് നമ്മൾ അതാണ് കാര്യം ഗ്രഹിക്കണം എന്ന് പറഞ്ഞത്. കാര്യം ഗ്രഹിക്കണം. അപ്പൊ നമ്മള് അത് എങ്ങനെ ഉണ്ടായതാണ് എന്ന് നമുക്ക് മനസ്സിലായി. അത് ഓരോ വ്യക്തികളും കാര്യം ഗ്രഹിക്കണം. എന്റെ രോഗം പാപത്തിൽ നിന്നാണോ, എന്റെ രോഗം ദൈവനാമ മഹത്വത്തിനാണോ, എന്റെ രോഗം ആർത്തിയോടെ ഭക്ഷണം. നമുക്കറിയാം, നമ്മുടെ ബൈബിളിൽ പറയേണ്ട കൊതി പാപമാണ്. കൊതി പാപമാണെന്ന് നമുക്ക് അത് മൂലപാവോ മാരകപാവത്തിലൊക്കെ വരുമെന്നാണ് ഞാൻ പറയുന്നത്. കൊതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബൈബിളിലും അത് പറയുന്നുണ്ട്. ആഹാരത്തിൽ കൂടി ഇന്ന് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. പ്രഭാഷന്റെ പുസ്തകം 37-ാം അധ്യായത്തില് അത് വ്യക്തമാക്കുന്നുണ്ട്. 29-30 വചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ആഡംബരത്തിൽ അതിര് കവിഞ്ഞ് അഭിനിവേശം വരുത്, ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കുക.
ഇത് ഒരുപാട് വ്യാഖ്യാനിക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഇത് ഞാൻ അല്പസമയം കൂടെ എടുത്തിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ചുരുക്കി പറയുകയാണ്. ഒന്ന്, പാപത്തിന്റെ മേഖലകളിൽ കൂടി ഒരുപാട് രോഗങ്ങൾ വരുന്നു. ആ രോഗങ്ങളുടെ പേരുകൾ ഒരുപാട് എണ്ണി എണ്ണി പറയുന്നുണ്ട്. നിയമാവർത്തനം 28-16 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ ചില വിവാഹങ്ങൾ നടക്കാത്തത്, ചില അർബുദങ്ങളെ, രോഗങ്ങളൊക്കെ, പരുക്കളെ, നാശനഷ്ടങ്ങളെ, ഇങ്ങനെ പലതും ഉണ്ടാകുന്നത് നിന്റെ ദുഷ്ടതയുടെ നിഷ്ഠത നിമിത്തമാണെന്ന്. എന്നാൽ എല്ലാ ക്യാൻസർ രോഗം 4 രീതിയിൽ വരാം. ആഹാരത്തിൽ നിന്ന് വരുന്നുണ്ട്. നമുക്കറിയാം, പഴയ സാധനങ്ങൾ ചൂടാക്കി ചൂടാക്കി തിന്നുമ്പോൾ അതിൽ കാർബൺ ഡയോക്സൈഡ് കൂടുകയും ഓക്സിജൻ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് മനുഷ്യ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ നിശ്ചയമായിട്ടും ക്യാൻസർ അതുപോലുള്ള മഹാമാരികളൊക്കെ ഉണ്ടാകും. ഉദരം ആഹാരത്തിനും ഉദരത്തിനും വേണ്ടിയാണെന്ന് പറയും. ദൈവം ഇവ രണ്ടിനെ നശിപ്പിക്കും. പിന്നെ ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. 1 കൊരിന്ത്യർ 6:13 പറയുന്നത്. അതുകൊണ്ടാണ് തിരുസഭ ചിലപ്പോഴൊക്കെ നമ്മളുടെ തിരുസഭ പലപ്പോഴും ഉപവാസിക്കണം, നോയമ്പ് കാലത്ത് ഉപവസിക്കണം എന്ന് പറയും. നോയമ്പുണ്ട്, ഒരുപാട് നോയമ്പുകളുണ്ട്. ആ നോയമ്പ് കാലം 8 നോയമ്പ്, 15 നോയമ്പ്, 25, 50 നോയമ്പ്, 13 നോയമ്പ്, 3 നോയമ്പ്, ഒറ്റ നോയമ്പ് ഒക്കെ എടുക്കും. ചില ദിവസങ്ങളിൽ ഉപവസിക്കാൻ പറയുമ്പോൾ നമ്മളെ അച്ഛന്മാരെല്ലാം കഴിക്കും. ഞാൻ വരെ പറഞ്ഞ അച്ഛന്മാരെല്ലാം കഴിക്കും. നമ്മളോട് പറയും ഉപവസിച്ചോളാൻ. അപ്പൊ അങ്ങനെ നമ്മൾ കാര്യം ഗ്രഹിക്കാതെ നമ്മൾ പലതും പറഞ്ഞു വരുത്തും. അവരെ ഇവരെയല്ല നോക്കേണ്ടത്. നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിയണം. നമ്മൾ അവരെ ഇവരെ നോക്കി ചുറ്റുപാടുകളും നോക്കി ജീവിച്ചാൽ നമുക്ക് വഴിതെറ്റും. നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കണം. അപ്പം നമുക്കറിയാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ആഹാരം ക്രമീകരിക്കണം. ഇവിടെ പറയാണ്, ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. ചിലരൊക്കെ വലിച്ചു വാരി തിന്നുന്നതാണ്. ഇതുവഴിയല്ല, ഒലിച്ചാലും കുഴപ്പമില്ല. കൈ നക്കി അവസാനം കൈ നക്കുന്ന കണ്ട് ഈ ഒരു എന്നാ എന്ന് പറയുന്നത്, തമ്പുരാന്റെ മുമ്പില്, മറ്റുള്ളവരുടെ മുമ്പില് ഒരു ഇളിപ്പും ഇല്ലാതെ കൈയും വിരലും ഒക്കെ വായിലിട്ട് നക്കി തിന്നും ആർത്തി പണ്ടാരങ്ങള്. കയ്യെപ്പറ്റി എച്ചിന് പോലും കളയത്തില്ല. കാല പെറുക്കരുത് പറഞ്ഞാൽ കയ്യെപ്പറ്റിയും കൂടെ നക്കി തിന്നിട്ടേ പോകത്തുള്ളൂ. ചില കൈ കഴിയേണ്ടി വരത്തില്ല, അതുപോലെ നക്കി തുടയ്ക്കും, പട്ടി നക്കുന്ന പോലെ. എങ്ങനെ പറയാതിരിക്കുന്നത്? കാണിച്ചു കൂട്ടുന്നതൊക്കെ വിളിച്ചു പറയാനായിട്ടാ ദൈവം തമ്പുരാന്റെ ശക്തി അല്ലെങ്കിൽ ആത്മാവ് എന്നിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നത്. കാണിക്കുന്നതൊക്കെ വിളിച്ചു പറയണം. കുറച്ചെങ്കിലും ഉളുപ്പ് തോന്നട്ടെന്ന് കണ്ട. പ്രിയമുള്ളവരെ, കയ്യിലൊക്കെ പറ്റിയിരിക്കുക എച്ചിലാണത്. പാത്രത്തിൽ പറ്റിക്കുന്ന എച്ചില്ല. ചിലര് പാത്രം കൂടെ വടിച്ചെന്ന് പറയണം. ആ വടിക്കുക എന്ന് പറഞ്ഞ് നക്കുന്ന കാണണം. ഇപ്പം ചിലരൊക്കെ ഇതിൻ്റെ അകത്തിരിക്കുന്നവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ പറയുമ്പോൾ എൻ്റെ ദൈവമേ, ബ്രദർ പച്ചയ്ക്ക് തന്നെ ഇരുത്തിക്കൊണ്ടാണോ പറയുന്നത്? പറയണം. ചെവിയുള്ളവൻ കേൾക്കട്ടെ, കണ്ണുള്ളവൻ കാണട്ടെ. ആക്ഷൻ കാണിച്ചത് ഹൃദയമുള്ളവൻ ഗ്രഹിക്കട്ടെ. ഇനി മേലല്ലാതെ ആവർത്തിക്കാതിരിക്കട്ടെ. ഇതൊക്കെയാ ദൈവം ആഗ്രഹിക്കുന്നത്. അടുത്ത പറയാണ് ഇവിടെ 37:21, 30 പറയാ, അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. സിറാഖ് ചാപ്റ്റർ 37 വേർഡ്സ് 29-31 ഞാൻ വായിക്കുന്നത്. ഇവിടെ പറയുന്നത്, അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു, അമിത ഭോജനം ദഹനക്ഷയമുണ്ടാക്കുന്നു. എത്ര രോഗങ്ങളാ വരുന്നത്? അമിത ആഹാരം രോഗത്തിന് കാരണമാക്കുന്നു. അപ്പം രോഗങ്ങൾ വരുന്നത് ഒത്തിരി അമിതമായിട്ടുള്ള ആഹാരങ്ങള്. ഇന്ന് നമുക്കറിയാം, KFC-യും മോണിക്കായും മിനിറ്റും മറിച്ചതും അൽഫായും ഗിൽഫായും ഒക്കെ വലിച്ചു കയറ്റി തിരുമ്പോൾ ഏത് എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കി വല്ലപ്പോഴും ഒക്കെ തിന്നോ, സാരമില്ല, അത് നമ്മുടെ ശരീരത്തിൽ വരുന്നില്ല. പക്ഷെ കാണുന്നതെല്ലാം ഇപ്പം പുറത്താ. വീട്ടിൽ വെക്കുന്നൊന്നും വേണ്ട. നല്ല 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 വിശുദ്ധിയോടുകൂടി, നല്ല വിശുദ്ധമായ നല്ല ടേസ്റ്റോടുകൂടി അമ്മമാര് വെച്ചു തരും. പക്ഷെ അതൊന്നും ഇന്നത്തെ പിള്ളേർക്ക് ദഹിക്കത്തില്ല, ഭർത്താക്കന്മാർക്ക് ദഹിക്കത്തില്ല. നമുക്ക് അവിടുത്തെ പോവാം. വല്ലപ്പോഴും ഒന്ന് പോയി ഒരു റെസ്റ്റ് കിട്ടാൻ വേണ്ടി വല്ലപ്പോഴും ഒന്ന് പോയി കഴിക്കുന്ന പോലെ തുടരെ ഇങ്ങനെയുള്ള ഹോട്ടൽ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പലരുടെയും മരണത്തിന് കാരണമായി. ഇവിടെ അടുത്ത് പറയാണ്, അമിത ഭോജനം അനേകരുടെ മരണത്തിന് കാരണമായി. ഇത് നിയന്ത്രിക്കുന്നതിന് ദീർഘായുസ് കിട്ടും. എനിക്കൊരു സന്തോഷമുണ്ട്. കാര്യം അതാ, എനിക്ക് ആയുസ്സെത്തി മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം രോഗം വരുന്നതിന് മുമ്പ് ഞാൻ ചിന്തിക്കും, ഇത് കഴിക്കണോ, ഇത് കഴിക്കണ്ടായോ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും, ഇന്നലെ ചോറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചിന്തിച്ച് ഇന്ന് എന്നെ കഴിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ 2 ചപ്പാത്തി ഉണ്ട്. ഓക്കെ, ചപ്പാത്തി. അതാണ് ദൈവത്തോട് ചോദിക്കുക, എന്താണ് കഴിക്കേണ്ടത്, എന്ത് വേണം, ഇങ്ങനെ ചോദിച്ചിട്ടാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഞാൻ ഓരോന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്നത്. അത് ദൈവത്തോട് ദൈവത്തിങ്കിലേക്കാ.
ചോദിക്കുന്നു, ആലോചന ദൈവത്തെങ്കിലേക്ക് ആലോചിക്കും, എന്നിട്ടെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഏത് കാര്യത്തിന് നമ്മൾ കാര്യം ഗ്രഹിച്ചുകൊണ്ട് അത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ രോഗം പിടിപെടത്തില്ല. ഇവിടെ പറയാ അതാണ് അമിത ഭോജനം അനേകരുടെ മരണത്തിന് കാരണമായി. ഇതിന്റെ ഒരു ആത്മീയ മേഖലയാണ് 1 കൊരിന്ത്യസ് 11 അധ്യായത്തിലെ 27 മുതൽ 30 വരെ. അയോഗ്യതയോടുകൂടി ഈ എന്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ശിക്ഷാവിധിക്ക് കാരണമാകും. അവര് പലരും ദുർബലരായനും പലരും രോഗികളായനും പലരും മരിച്ചുപോയതിനും കാരണം ഇതാണ്. മരിച്ചുപോയതിനും കാരണം ഇതാണെന്ന് 1 കൊരിന്ത്യസ് 11 അധ്യായം 27 മുതൽ 30 വരെ പറയുന്നുണ്ട്. പലതും മരിച്ചു. അപ്പൊ മരണം വരെ സംഭവിക്കുക ഭക്ഷണത്തിൽ കൂടി. അത് ആത്മീയ ഭക്ഷണമായാലും ഭൗതിക ഭക്ഷണമായാലും കൊള്ളാം. നാലാമത് മനസ്സിന്റെ മേഖലയാണ്. നമ്മൾ ആ മേഖലകളെ തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. മനസ്സ് പതറിപ്പോയി. ആഹാരം കഴിക്കുമ്പോൾ അത് ആസ്വദിച്ച് കഴിക്കണം. മനസ്സിൽ ദുഃഖം, മനസ്സിൽ വിദ്വേഷം, മനസ്സിൽ വെറുപ്പ്, ഇതെല്ലാം വെച്ചോണ്ടാണ് നമ്മൾ കഴിക്കുന്നെങ്കിൽ അത് ശരീരത്തിൽ പിടിക്കത്തില്ല. അതെവിടാ പറയുന്നത്? പ്രഭാഷകൻ നല്ല ഉപദേശമാ. സോളമന്റെ അല്ലെങ്കിൽ ശലോമന്റെ ജ്ഞാനം, വിഷ്ണം അതിൽ നിന്ന് കിട്ടി. അതിനാണ് ഇതിന് വിഷ്ണം എന്ന് പറയുന്നത്. ഇതാണ് പ്രഭാഷകൻ 30:25 പറയുന്നു, സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു. ഭക്ഷണം തരുമ്പോൾ അത് ആസ്വദിച്ചു ഭക്ഷിക്കണം. വലിച്ചു വാരി തിന്നാനും പാടില്ല. അത് ചവച്ചരച്ച് ആസ്വദിച്ചു ഭക്ഷിക്കണം. ഒരു കപ്പലണ്ടി മുട്ടായ തിന്നെങ്കിൽ അത് ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കണം. സന്തോഷം നന്മയും നിറഞ്ഞവനെ അത് പറ്റും. ദുഃഖത്തിലും നിരാശയിലും വേദനയിലും കഴിയുന്നവര് ഈ ആഹാരം ഭക്ഷിക്കുന്ന വഴി ദുഃഖവും വേദനകളും എല്ലാം അവരുടെ ഉള്ളിലേക്ക് പോവുക. അത് പിന്നെ രോഗമായിട്ടും ശരീരവേദനയായിട്ടും പ്രശ്നമായിട്ടും ഒക്കെ വരും. ദുഃഖത്തോട് ഉദാഹരണം പറഞ്ഞാലേ നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ ടിവിയോ മൊബൈലോ കാണിച്ചുകൊണ്ട് കൊടുക്കരുത്. അവരെന്തിനെ നോക്കിക്കൊണ്ടാണ് അവർ ഭക്ഷിക്കുന്നത്? ആ ഭക്ഷണത്തിൽ കൂടി അവരുടെ ആ നോട്ടത്തിന്റെ അത് അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലും. അപ്പൊ രോഗം വരുന്നതും പല കാരണങ്ങളാ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അപ്പം പാപത്തിന്റെ മേഖലയിൽ കൂടി രോഗങ്ങളും തകർച്ചകളും ദുരിതങ്ങളും കടന്നു വരും. പാപത്തിന്റെ മേഖലകൾ ചെയ്തിട്ടുണ്ട്, അതിന് മോചനം കിട്ടിയില്ലെങ്കിൽ പലരുടെ വിവാഹം നടക്കുന്നില്ല, പലർക്ക് ജോലി കിട്ടാതെ വരുന്നത്, പല ആപ്ലിക്കേഷനുകളും കിട്ടത്തില്ല. ഇതിന്റെയൊക്കെ കാരണം പാപം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേർച്ചക്കടവും പാപമാണ്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ദൈവനാമ മഹത്വത്തിന്. മൂന്നാമത്തെ ഞാൻ പറഞ്ഞ ആഹാരത്തിൽ കൂടി ഒരുപാട് രോഗങ്ങൾ വരും. ആഹാരത്തെ നിയന്ത്രിക്കണം, ഇല്ലെങ്കിൽ പലരുടെയും മരണത്തിന് കാരണമാകുന്നു. അതുപോലെ ആത്മീയ ഭക്ഷണം, വിശുദ്ധ കുർബാന വിശുദ്ധിയോടുകൂടി ഭക്ഷിക്കേണ്ടത്. നമ്മൾ അയോഗ്യതയോടുകൂടി ഭക്ഷിച്ചാൽ പലരും ദുർബലരാകും, പലരും രോഗികളാകും, പലരും മരിച്ചുപോയതിനും കാരണം ഇത് തന്നെയാണ്. ഇപ്പം പക്ഷെ മനസ്സിന്റെ കാര്യത്തിൽ പറയുമ്പോൾ മനസ്സ് തകർന്നു പോയാൽ, മനസ്സിന് ഉന്മേഷമുള്ള മനസ്സ് എല്ലാം സഹിക്കുന്നു. സുഭാഷിതം 18:14 പറയുന്നു. സുഭാഷിതം 17:22 പറയുന്നുണ്ട്, മനസ്സ് തളർന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ മനസ്സ് തളരരുത്. അപ്പൊ മനസ്സിന്റെ മേഖലകൾ വരുമ്പോൾ അത് നമുക്കറിയാം. പൂർവികരുടെ തലമുറയായിട്ട് വരുന്ന ബ്ലഡിൽ നിന്നുണ്ടാകുന്നതും വരും. ഈ മനസ്സിന്റെ മേഖലയിൽ മുഴുവനും ബ്ലഡാ. ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, എനിക്കും ക്യാൻസർ ഉണ്ടാകും. ഏതെങ്കിലും ഒരു മഴ കണ്ടോ എൻ്റെ അമ്മ ക്യാൻസർ രോഗിയായിരുന്നു, അതുകൊണ്ടാണ് എനിക്കിത് വന്നത്. പാരമ്പര്യമായിട്ടുള്ളത്. അത് മനസ്സിന്റെ മേഖലകളെ നിയന്ത്രിച്ചാൽ ആ രോഗം ഇല്ലാതായി പോവും. തളർന്ന മനസ്സിനെ ആര് നിയന്ത്രിക്കും? ഉന്മേഷമുള്ള മനസ്സ് എല്ലാം സഹിക്കുന്നു, രോഗങ്ങളെല്ലാം. അപ്പൊ ഇങ്ങനെ 4 മേഖലകളിൽ കൂടിയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് ദുഃഖം, നിരാശ, ഇതെല്ലാം നമ്മൾ രോഗിയായിട്ട് മാറും. പിന്നീട് നമുക്കറിയാം, മനസ്സിന്റെ മേഖലയില് താളം തെറ്റുമ്പോഴാണല്ലോ മാനസിക രോഗിയായിന്ന്. ഡിപ്രഷൻ, വയലന്റ്, മെന്റൽ, ആ മേഖലയിലേക്ക് പോകുന്ന പാപത്തിന്റെ മേഖലയിൽ കൂടി നമ്മൾ വ്യാപരിക്കുമ്പോൾ മനസ്സിന്റെ മേഖലയിൽ വരുന്ന മുറിവുകളെ, അതിൽ കൂടി വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, ഇതൊക്കെ ഒത്തിരി വ്യാഖ്യാനിക്കണ്ടേ കയറുമ്പോൾ.
തീർച്ചയായിട്ടും അത് നമ്മളെ രോഗിയായിട്ട് മാറ്റിക്കളയും. അതുകൊണ്ട് ഇന്നത്തെ തിരുവചനം കേട്ടല്ലോ, കാര്യം ഗ്രഹിച്ചതിന് ശേഷം വേണം തുടർന്ന് സംസാരിക്കാനും പ്രവർത്തിക്കാനും എല്ലാം. കേൾക്കുന്നതിൽ സന്നദ്ധരായിരിക്കുക, സംസാരിക്കുന്നതിന് തിടുക്കം കൂട്ടരുത്, പ്രവർത്തിക്കാനും തിടുക്കം കൂട്ടരുത്, ഒന്നിനും നമ്മൾ തിടുക്കം കൂട്ടരുത്. അത് കാര്യം ഗ്രഹിക്കണം, അപ്പോൾ അവിടെ വിജയപ്രദമായിട്ട് പോകും. ഇനിയും പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളെ പഠനത്തിൽ ശ്രദ്ധിക്കണം. അതിൻ്റെ ഇടയിൽ മൊബൈൽ കളിക്കാനും ചാറ്റിങ്ങിനും ചീറ്റിങ്ങിനും പോയാൽ തോൽവി ഉറപ്പാ. അപ്പൊ തമ്പുരാന്റെ മുമ്പില് അവിടുത്തെ ദൃഷ്ടിയില് നല്ലത് പ്രവർത്തിക്കുക, നീയും സ്വീകാര്യനാകുകയില്ലേ. അതുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ തലകളെ വണക്കുകയാണ്. ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ജോബ് 13:1 പറഞ്ഞതുപോലെ, ജോബ് 13:1 പറയാ, ഞാനിതെല്ലാം കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് എനിക്ക് വചനം എൻ്റെ ഹൃദയത്തിലും അതരത്തിലുള്ളത് കൊണ്ട് എനിക്ക് ഏത് നിമിഷവും ഏത് സമയത്ത് വിളിച്ചാലും എപ്പോൾ എനി ടൈം മണി എന്ന് പറഞ്ഞ പോലെ ATM പോലെയാണ് ജോർജ് ബ്രദറിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവം പറയുന്ന കാര്യങ്ങളും മറ്റുള്ളവർ പറയുന്നത് ഗ്രഹിക്കും, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. പരിശുദ്ധ അമ്മ വചനം കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചത് കൊണ്ട് അവൾ ഭാഗ്യവതിയായിട്ട് മാറി. തലമുറ തലമുറയോളം ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ആ അമ്മയിൽ കൂടി നമുക്കും കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ദൈവസന്നിധിയിലെ കേട്ട ഇന്നത്തെ വളരെ തീക്ഷ്ണതയുള്ളതാണ്. വേണമെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കണമെങ്കിൽ ഇത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബിൽ ഇടും, നാളെ തന്നെ ഇടും. ഒരിക്കൽ കൂടി കേൾക്കുന്നവർ പാപത്തിൽ നിന്ന് ഒഴിവാകുക, പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കുക, ഭക്ഷണ സാധനങ്ങളെ നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക. പിന്നെ വരുന്നത് ദൈവനാമ മഹത്വത്തിനായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ദൈവത്തിന്റെ ശക്തി നിന്നിൽ പ്രകടമാകാൻ. അങ്ങനെ 4 മേഖലകളെ നിയന്ത്രിച്ചാൽ പിന്നെ ഞാൻ ആത്മപ്രശംസ ചെയ്യുകയല്ല, നിങ്ങൾക്കറിയാം. ദൃസാക്ഷികളാണ് പോൾ ബ്രദറും ബീനായും ഒക്കെ. സാക്ഷി സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. എന്നെ ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ബോഡി ചെക്കപ്പ് മുഴുവൻ ചെയ്തപ്പോഴും ദൈവം തമ്പുരാന്റെ കൃപയാല് ദൈവത്തിന്റെ അനുഗ്രഹത്താല് യാതൊരു കുഴപ്പമില്ലാതെ ഈ വയസ്സാം കാലത്തും ആരോഗ്യവാനായിട്ട് ദൈവം എന്നെ നടത്തുന്നു. മുന്നോട്ടുള്ള കാര്യം അറിഞ്ഞുകൂടാ, എന്നാൽ ഇപ്പോഴും ആഹാരത്തെ ക്രമീകരിക്കുന്നുണ്ട്. പിന്നെ ഒറ്റപ്പെട്ടുള്ള ജീവിതമായതുകൊണ്ട് ആഹാരം ചൂടാക്കിയൊക്കെ കഴിക്കേണ്ടി വരുന്നു. പലതിനെ ഞാൻ അവോയ്ഡ് ചെയ്യുന്നു. ഡേറ്റ് കഴിഞ്ഞതിനെയൊക്കെ എടുത്ത് ദൂരെ കളയുന്നു. ഇനി എത്ര വിലപിടിപ്പുള്ളതെന്നാലും ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് ദൂരെ കളയും. നമ്മൾ അതിനെ ചൂടാക്കിയോ അല്ലെങ്കിൽ ചിരണ്ടി കളഞ്ഞോ അല്ലെങ്കിൽ അതിന് എന്നെ മെയിൻ്റനൻസ് ചെയ്തിട്ട് ഭക്ഷിക്കരുത്. എല്ലാം ഡേറ്റ് നോക്കണം. വെള്ളം പോലും കുടിക്കുന്നത് കുപ്പി മേടിക്കുമ്പോൾ ഡേറ്റ് നോക്കണം. കഴിവതും പുറത്തത് ഉപേക്ഷിക്കുക. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. എന്നാൽ രോഗത്തിൽ നിന്നും മനപ്രയാസത്തിൽ നിന്നും എല്ലാ മേഖലകളിൽ നിന്നും നിനക്ക് മോചനം കിട്ടും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക്